The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to accountancy class. I think all are doing well. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ആയി. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ബേസാണ്. അക്കൗണ്ട്സിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബേസിക് ടേംസുകൾ അല്ലേ, അക്കൗണ്ട്സിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബേസിക് ടേംസുകളും എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെല്ലാവരും വൃത്തിയായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമ്മളത് മനസ്സിലാക്കിയാലേ നമ്മളുടെ വരും ചാപ്റ്റേഴ്സുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ നന്നായിട്ട് അറിയണം. ഓക്കെ, ടുഡേ we are going to discuss the second chapter, theory base of accounting. In this chapter, so we want to discuss generally accepted accounting principle, then basic accounting concept, then system of accounting, then basis of accounting and accounting standard and GST. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പോവുക. ഓക്കെ, so we know that what do you mean by accounting? In simple language we can say that accounting is the language of business, isn't it? Accounting is the language of business. See, this language should be understood by everyone. Language should be understood by everyone. There should be unification for this language. നമുക്കറിയാം, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനും കഴിയുന്നതാണ് ലാംഗ്വേജ്. സോ ഈ ലാംഗ്വേജിനെല്ലാം തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടെന്നും പറയുന്നുണ്ട്. സോ ദർ ആർ സർട്ടൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, concept and conventions to bring uniformity and consistency to the process of accounting. Accounting പ്രോസസ്സിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനും അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാനും എന്തുണ്ട്, സെർട്ടൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, സെർട്ടൈൻ കോൺസെപ്റ്റുകളുണ്ട്, സെർട്ടൈൻ കൺവെൻഷൻസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. സോ ദീസ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ് പ്രൊവൈഡ് ഫൗണ്ടേഷൻ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സി, ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാനും
അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, റെക്കോർഡ് ചെയ്യാറുള്ളത്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് കൺസിസ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ്. See, accounting standard issued by the Institute of Chartered Accountant of India also constitute the theory base of accounting. See, it ensure uniformity and consistency to the process of accounting. ഇവിടെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഉൾപ്പെട്ടിട്ടുണ്ട്, കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്, കൺവെൻഷൻസ് ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കൂടെ ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിങ് പ്രോസസ്സിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകാനായിട്ട് സാധിക്കുന്നു എന്നാണ്, യൂണിഫോമിറ്റി ഉണ്ടാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ദ നെക്സ്റ്റ് വൺ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, GAAP, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എന്താണ് ഇതിൽ പറയുന്നത്? See, in order to ensure uniformity in accounting procedures and methods, certain accounting principles, concepts and conventions have been followed by accountants all over the world. See, നമ്മൾ ഈ അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് മെത്തേഡ്സിലും അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് ലോകത്തിലുള്ള എല്ലാ അക്കൗണ്ടന്റ്മാരും ചില പ്രിൻസിപ്പിൾസും ചില കോൺസെപ്റ്റുകളും ചില കൺവെൻഷൻസും എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു, ടു എൻഷുവർ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രോസസ്. ഓക്കെ, സി these principles, concept and conventions are usually called generally accepted accounting principles, that is GAAP. എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അക്കൗണ്ടിങ് പ്രോസസ്സിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട, അക്കൗണ്ടന്റ്മാർ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റുകളും കൺവെൻഷൻസും എന്നീ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഹാവ് ഡെവലപ്ഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ്, യൂസേജ് or custom, statement issued by government officials. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതൊന്നല്ല. ഇത് ഒരുപാട് നാളത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട്, അല്ലേ, ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതുപോലെ തന്നെ യൂസേജ് ആൻഡ് കസ്റ്റംസ്, സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, കസ്റ്റംസ്, യൂസേജ് ആൻഡ് കസ്റ്റംസ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്സ് ആർ നോട്ട് സ്റ്റാറ്റിക് ഇൻ നേച്ചർ. ഇത് സ്റ്റാറ്റിക് അല്ല എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ട് സ്റ്റാറ്റിക് അല്ല? സോ ദീസ് ആർ
these are constantly influenced by changing social, legal and economic environment as well as the needs of the users. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എൻവയോൺമെൻറ്റിൽ ലീഗൽ എൻവയോൺമെൻറ്റിലോ എക്കണോമിക് എൻവയോൺമെൻറ്റിലോ സോഷ്യൽ എൻവയോൺമെൻറ്റിലോ വരുന്ന മാറ്റങ്ങൾ ഇതിനെ എന്ത് ചെയ്യാറുണ്ട്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിൻസിപ്പിൾസിലും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ റെഫേർഡ് ആസ് കോൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ് എന്ന് നമുക്ക് കാറ്റഗറൈസ് ആക്കാം. സി വാട്ട് യു മീൻ ബൈ കോൺസെപ്റ്റ്? Term concept refers to the necessary assumptions which are fundamental to accounting practices. എന്താണ് കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെഫേഴ്സ് ടു നെസസറി അസംഷൻസ് which are to fundamental to accounting practices. അക്കൗണ്ടിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ചില അസംഷൻസിനെയാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള അസംഷൻസിനെയാണ് ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില അസംഷൻസ് ആണ് ആക്ച്വലി ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the term convention denotes customs or tradition as guide to the preparation of accounting statement. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുവർത്തിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില കസ്റ്റംസ്, ചില ട്രഡീഷൻസ് ആണ് ആക്ച്വലി ഈ കൺവെൻഷനിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദെൻ modifying principles, and the next one modifying principles. What is it modifying principles? See, according to these principles, the cost of implementing a principle should not be more than the benefit derived from it. ഈ പ്രിൻസിപ്പിൾസ് പ്രകാരം പറയുന്നത് ഇപ്രകാരമാണ്: ദ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് എ പ്രിൻസിപ്പിൾ, ഒരു പ്രിൻസിപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചിലവ് ഷുഡ് നോട്ട് ബി മോർ ദാൻ, എന്തിനേക്കാൾ അധികമാവരുത്, ദ ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ അധികമാവരുത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ്. The cost of implementing a principle should not be more than the benefit derived from it. അല്ലേ? അതായത് ആ പ്രിൻസിപ്പിൾസിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി വരുന്ന ചിലവ് ഏതിനേക്കാൾ അധികമാവാൻ പാടില്ല, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, അധികമാകാനായിട്ട് പാടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ചിലവ് കുറച്ചിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സോ എ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ് ഈസ് നെസസറി ബിഫോർ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിനെന്താ മാർഗം? ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ് അത്യാവശ്യമാണ്. കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്, ഇത്ര ചിലവ് ചെയ്താൽ ഇത്ര ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലായി? ഇത്ര രൂപ നമ്മൾ ചിലവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇത്ര രൂപയുടെ ബെനിഫിറ്റ് നമ്മൾക്ക് ഉണ്ടാവും. അതാണ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ്.
അത് അത്യാവശ്യമാണ്. സോ ഇഫ് ദ കോസ്റ്റ് ഈസ് മോർ ദാൻ ദ ബെനിഫിറ്റ് ഡിറൈവ്, ചിലവ് ബെനിഫിറ്റ് കിട്ടുന്നതിനേക്കാൾ കൂടിയാൽ എന്ത് സംഭവിക്കും? ദെൻ ദ പ്രിൻസിപ്പിൾ ഷുഡ് ബി മോഡിഫൈഡ്. നമ്മൾ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യേണ്ടി വരും? മോഡിഫൈ ചെയ്യേണ്ടി വരും. മനസ്സിലായി? ബെനിഫിറ്റ് കൂടുതലും എന്ത് കുറവായും വേണം? ചിലവ് കുറവായിരിക്കും വേണം. മനസ്സിലായോ? അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മോഡിഫൈ ചെയ്യും. അത്തരത്തിലുള്ള മോഡിഫൈങ് പ്രിൻസിപ്പിൾസുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നമുക്ക് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് പഠിക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. സി the uniform, definite and universally accepted accounting rules developed by International Accounting Standard Committee are known as accounting standard. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ദ യൂണിഫോം, definite and universally accepted accounting rules developed by IASC, International Accounting Standard Committee. ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ജനറലി യൂണിവേഴ്സലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് റൂൾസ് ആണ് ആക്ച്വലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് റൂൾസുകളാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വരുന്നത്. ഓക്കെ, നമുക്കത് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. സി, generally accepted accounting principles can be classified into four categories. That is concept or assumption, convention or principles, then modifying principles and accounting standards. Okay, in that the first one, concept or assumptions. കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആ കോൺസെപ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ദറ്റ് ഈസ് അക്കൗണ്ടിങ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ഓക്കെ, ദറ്റ് ഈസ് കോൺസെപ്റ്റ്. ദെൻ കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ്. സി, ദറ്റ് ഈസ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾസ്, verifiable objectivity principles, matching principles, full disclosure, dual aspects principles and historical cost principles. Okay, and then modifying principles are materiality principle, consistency, conservatism and timeliness. Okay, and after that accounting standard, that is issued by various accounting standard board. ഇത് ഓരോന്നുമാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വൺ ബൈ വൺ ആയിട്ട് പഠിക്കണം. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ അക്കൗണ്ടൻസിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ് ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈച്ച് വൺ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ദാറ്റ് the first one, business entity concept. See, എന്താണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്? This concept assumes that the entity of a business is different from its owners. ഈ കോൺസെപ്റ്റിൽ പ്രകാരം, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം, assumes that the entity of a business is different from its owners. ബിസിനസ് എന്ന് പറയുന്ന ആ സംരംഭത്തിന് അതിൻ്റെ ഓണേഴ്സിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പ് ഉണ്ടായിരിക്കും. That means for accounting purpose, a business is treated as a unit or entity separated from a person who control it. മനസ്സിലായോ? അതായത് ഈ അക്കൗണ്ടിങ്
ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ഫേമിന് അത് ആരാണോ കൺട്രോൾ ചെയ്യുന്നത്, അതായത് അതിൻ്റെ ഓണർ ആരാണോ അവരിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിനെ ബിസിനസ്സായിട്ടും വ്യക്തിയെ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഓണറിനെ ഓണറായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ കണക്കാക്കണം. അതായത് രണ്ട് എൻറ്റിറ്റിയായി രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യണം. ഈ ബിസിനസ് ഫേമിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ based on this concept, when a person brings in some money as a capital into his business, it is treated as a liability of the business to the owner. ഇപ്പോൾ ഈ കോൺസെപ്റ്റ് പ്രകാരം ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റിയാണ്. ആർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ലയബിലിറ്റി? ആ ബിസിനസ്സിൻ്റെ ഓണർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ലയബിലിറ്റിയാണ്. അവിടെ എന്താ പറയുന്നത്? ഓണർ വേറെ സ്ഥാപനം വേറെ എന്നുള്ള രണ്ട് രീതിയിൽ അതായത് ഈ ബിസിനസ് ഫേമിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ബിസിനസ് ഫേമിനെ കണക്കാക്കണം. ആ ബിസിനസ് ഫേമിൻ്റെതായിട്ടുള്ള ഒരു പേരിൽ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. വ്യക്തിയുടെ പേരിലല്ല അറിയപ്പെടുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് ഈ കോൺസെപ്റ്റ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ദാറ്റ് ദ എൻറ്റിറ്റി ഓഫ് ബിസിനസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. സി ദ ഇമ്പാക്റ്റ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. Proprietor means owner. Proprietor is treated as a creditor to the extent of his capital. ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഓണർ എന്താണ്? ആക്ച്വലി ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ. ഇത് ബിസിനസ്സിൻ്റെ ഒരു ക്രെഡിറ്ററാണ്. ആര്? ഈ ഓണർ എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററാണ് ആര്? ഓണർ എന്ന് പറയുന്നത്. ആൻഡ് personal assets and liabilities of owner not considered while recording and reporting assets and liabilities of the business. ഒരു ഓണറുടെ പേഴ്സണൽ അസറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ലയബിലിറ്റീസ് ഇതൊന്നും എന്ത് ചെയ്യാറില്ല, കൺസിഡർ ചെയ്യാറില്ല. എപ്പോൾ കൺസിഡർ ചെയ്യാറില്ല? ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അസറ്റും ലയബിലിറ്റീസും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തോ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ലയബിലിറ്റീസും എന്ത് ചെയ്യാറില്ല, കൺസിഡർ ചെയ്യാറില്ല. അതേ സ്ഥാനത്ത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസും ബിസിനസ്സിൻ്റെ അസറ്റുകളും എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. മനസ്സിലായോ പറയുന്നത്? ആൻഡ് ദെൻ എമൗണ്ട് വിഡ്രോൺ ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ് ഈസ് ടു ബി കൺസിഡേർഡ് ആസ് എ ഡ്രോയിങ്സ്. അതേ സ്ഥാനത്ത് ഒരു വ്യക്തി ബിസിനസ്സിൽ നിന്ന് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഡ്രോയിങ്സ് ആയിട്ടത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ആൻഡ് ദെൻ എക്സാമ്പിൾസ്: ഓണേഴ്സ് പേഴ്സണൽ കാർ ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഫിക്സഡ് അസറ്റ്സ് ഓഫ് ദി കമ്പനി. ഓണർക്ക് ഒരു കാർ ഉണ്ടെന്ന് കരുതുക, അയാളുടെ സ്വന്തം കാറാണെന്ന് കരുതുക. ആ കാറ് ഏതിൽ ഉൾപ്പെടുത്തില്ല? ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റ്സിൽ എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തില്ല. മനസ്സിലായോ? അതിൻ്റെ ഇത് എന്താണെന്ന് കാര്യം മനസ്സിലായോ? ഒരു വ്യക്തിയുടെ പേഴ്സണൽ അസറ്റ്സും പേഴ്സണൽ ലയബിലിറ്റീസും ബിസിനസ്സിൽ കൊണ്ട് എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തില്ല. അതാണ് ഇതിൽ ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. See, according to this concept, only those transactions are recorded which can be expressed in terms of money or money's worth. ഈ
മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഇതാണ്, ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഏത് ട്രാൻസാക്ഷൻസേ റെക്കോർഡ് ചെയ്യുള്ളൂ? വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ? റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. മനസ്സിലായോ? മണിയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. സോ ദാറ്റ് മീൻസ് ദ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, that is efficiency of management, however important for the business, are not recorded in the books of accounts. അതിനർത്ഥം ഒരു ബിസിനസ്സിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ആ കാര്യം എന്ത് ചെയ്യില്ല? ഉൾപ്പെടുത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അതൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. ഇത് എന്ത് ചെയ്യാറില്ല? ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യാറില്ല. ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇല്ലേ, നമ്മൾ പറഞ്ഞു ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് റെക്കോർഡ് ചെയ്യില്ല എന്ന് പറയുന്നു. കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ദേ കാൺ ബി ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് മണി. ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് ക്യാഷിൻ്റെ ബേസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ത് ചെയ്യില്ല? നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്നാൽ അത്യാവശ്യമാണ് ബിസിനസ്സിൽ, അത് അത്യാവശ്യമാണ്. പക്ഷെ അതെന്ത് ചെയ്യാറില്ല? റെക്കോർഡ് ചെയ്യാറില്ല. അതാണ് ഈ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഈ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരം ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് money. Okay, I think all are clear. Money measurement concept. See the impact of money measurement concept. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്? സി ദ ഫസ്റ്റ് വൺ, ദ ഈവൻസ് ഓർ ട്രാൻസാക്ഷൻ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി വിൽ നോട്ട് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈവൻ ദോ ദേ മേ ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ബിസിനസ്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ത് ചെയ്യാറില്ല? റെക്കോർഡ് ചെയ്യാറില്ല. അത് എത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാറില്ല? അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്, എന്നാലും എന്ത് ചെയ്യാറില്ല? അത് റെക്കോർഡ് ചെയ്യാറില്ല. For example, efficiency or inefficiency of management or workers, favorable conditions in economy, government decision, etc. are very important for the business, but it can't be recorded as per this concept. Okay, and then second one, all items or transactions are to be recorded in money value. എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്? മണി വാല്യൂ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ there is never any accounting record in meters, liters, kilograms, square feet അങ്ങനെയുള്ളതൊന്നും എന്ത് ചെയ്യാറില്ല? റെക്കോർഡ് ചെയ്യാറില്ല. സോ എക്സാമ്പിൾ, മാർക്കറ്റ് കണ്ടീഷൻസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് വുഡ് നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. മനസ്സിലായോ? മാർക്കറ്റ് കണ്ടീഷൻസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, മാനേജ്മെൻറ്റ് എഫിഷ്യൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് എന്ത് ചെയ്യാറില്ല? ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ഓക്കെ, ദെൻ I think all are clear. Money measurement concept. Okay, and the next one, going concern concept. എന്താണ് going concern എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ this concept states that business firm will continue to carry on its activities for an indefinite period of time. ഒരു ബിസിനസ് ഫേം എന്ന് പറയുന്നത് അതിങ്ങനെ ത്രൂ ഔട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും?
പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതൊരു അടുത്ത റീസെൻ്റ് ആയിട്ടൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഇങ്ങനെ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പോയിക്കൊണ്ട് ഇൻഡെഫിനിറ്റ് ലൈഫ് ഓഫ് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം എന്നാണ് പറയുന്നത് അല്ലേ. അതിങ്ങനെ കുറേ കാലം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദർ ഇസ് നോ ഇൻറ്റൻഷൻ ടു ലിക്വിഡേറ്റ് ദ ബിസിനസ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. അടുത്ത കാലത്തൊന്നും അത് എന്ത് ചെയ്യാറില്ല, സ്റ്റോപ്പ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. സോ അതാണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ അക്കൗണ്ട് ഓഫ് ദിസ് അസംഷൻ ദാറ്റ് ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ്. ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരം ആ അസംഷനിൽ പറയുന്നത് ഇതാണ്, ഫിക്സഡ് അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിലാണ്, അല്ലാതെ മാർക്കറ്റ് പ്രൈസിലല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഡിപ്രീസിയേറ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഡിപ്രീസിയേഷൻ നടത്തുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ്. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. ഒരു അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്ന കാര്യമാണ് അല്ലേ, ഉപയോഗിക്കും തോറും. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഫിക്സഡ് അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടതും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് മാനറിൽ തന്നെയാണ് ആയിരിക്കണം എന്ന രീതിയിൽ പറയുന്ന കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇത് ഈ കോൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് ഫേംസ് എന്ന് പറയുന്നത് കുറേ കാലം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റൺ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇഫ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ഫോളോഡ് ഇൻ അക്കൗണ്ടിങ് ദ എൻറ്റയർ കോസ്റ്റ് ഓഫ് അസറ്റ് വിൽ ബി ചാർജ്ഡ് ടു പ്രോഫിറ്റ്. ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ദ എൻറ്റയർ കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ മുഴുവൻ ചിലവും വിൽ ബി ചാർജ്ഡ് ടു പ്രോഫിറ്റിലേക്ക് പോകും. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. അതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ സിസ്റ്റം എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. മനസ്സിലായോ? അതായത് ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഏത് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരം എന്താ പറയുക, ഫിക്സഡ് അസറ്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത് ഒറിജിനൽ കോസ്റ്റിലാണെന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം നമ്മൾ ഫോളോ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, എൻറ്റയർ കോസ്റ്റ് ഓഫ് അസറ്റ്സ് വിൽ ബി ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നാണ്. സോ ഇമ്പാക്ട് ഓഫ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. സോ ഇൻ ദിസ് കോൺസെപ്റ്റ് ദാറ്റ് വി ക്യാൻ റെക്കോർഡ് ഫിക്സഡ് അസറ്റ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ് and depreciation is charged on these assets without reference to their market value. മനസ്സിലായ പറഞ്ഞ കാര്യമാണ്. And then on the basis of this concept that outside parties enter into long-term contract with the firm, give loans, purchase debentures, etc. ഈ കോൺസെപ്റ്റ് പ്രകാരം ഔട്ട്സൈഡ് പാർട്ടീസിന് ഇവിടെ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി ലോങ് ടേം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്, വിത്ത് ഫേമിൽ എൻ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ലോൺസ് കൊടുക്കാം, ഡിബഞ്ചേഴ്സ് വാങ്ങിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കോൺസെപ്റ്റ് prepaid expenses are eligible to record as an asset in the books of firm books. ഒരു ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് പ്രീപെയ്ഡ് എക്സ്പെൻസസും കൂടെ ഉൾപ്പെടുത്താനുള്ള ഒരു അവസരം കൂടെയുണ്ട്. ഏത് കോൺസെപ്റ്റ് പ്രകാരം? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരം. സോ നെക്സ്റ്റ് വൺ, അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് എ കറന്റ് ആൻഡ് നോൺ കറന്റ് അസറ്റ്. വിത്തൗട്ട് ദിസ് കോൺസെപ്റ്റ് സച്ച് ക്ലാസിഫിക്കേഷൻ വുഡ് ബി ഡിഫിക്കൾട്ട് ടു ജസ്റ്റിഫൈ. അല്ലേ, നമുക്കറിയാം അസറ്റിനെ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ കറണ്ട് അസറ്റ്സ് എന്നും നോൺ കറണ്ട് അസറ്റ്സ് എന്നും ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഈ കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് വുഡ് ബി ഡിഫിക്കൾട്ട് ടു ജസ്റ്റിഫൈ. വിത്തൗട്ട് ദിസ് കോൺസെപ്റ്റ് സച്ച് ക്ലാസിഫിക്കേഷൻ വുഡ് ബി ഡിഫിക്കൾട്ട് ടു ജസ്റ്റിഫൈ. ആ ക്ലാസിഫിക്കേഷൻ ജസ്റ്റിഫൈ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് സെയിം ഇൻ കേസ് ഓഫ് ലയബിലിറ്റീസ്. ഫോർ example of going concern concept, depreciation cost of fixed asset is allocated over its useful life. അല്ലേ, ഒരു ഫിക്സഡ് അസറ്റ്സിനുള്ള ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അലോക്കേറ്റ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്? ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അത് എത്ര കൊല്ലം ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡർ ആസ് ദി കറണ്ട് ഇയർ ഓൺലി. കറണ്ട് ഇയർ മാത്രം അല്ല കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, and then next one, last concept, that is accounting period concept. Okay, see the next one, accounting period.
The period of interval for which accounts are prepared to know the profit and loss and what exactly the financial positions of the business is called accounting period. ഈ കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഇതാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ഇത് പ്രിപ്പയർ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് 6 months, 1 year, ക്വാർട്ടർലി, അങ്ങനെയൊരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും, കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് നോർമലി എന്താണ്, അക്കൗണ്ടിങ് പീരീഡ് അവസാനിപ്പിക്കുന്ന സമയത്താണ്. സോ യൂഷ്വലി ഇറ്റ് ഈസ് 1 year സ്റ്റാർട്ടിങ് ഫ്രം ദ ഫിനാൻഷ്യൽ ഇയർ. സാധാരണ ഇത് 1 yearലാണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April to 31st March ആണ്. അതാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ 1st April സ്റ്റാർട്ട് ചെയ്ത് 31st March അവസാനിക്കുന്ന ഒരു ഫേം എന്ന് പറയുമ്പോൾ 12 months അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നത് 31. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1st April. ഫോർ എക്സാമ്പിൾ 1st April 2000 സ്റ്റാർട്ട് ചെയ്ത ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് 31st December 2002 എന്ത് ചെയ്യാറുള്ളത്, അവസാനിക്കാറുള്ളത്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും ഒരു അക്കൗണ്ടിങ് പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് എന്നുള്ളത് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇത്. സോ ഫോർ എക്സാമ്പിൾ ഇൻ ഇന്ത്യ ഫിസിക്കൽ ഇയർ സ്റ്റാർട്ടിങ് April 1st would end on 31st March of the following year. USA ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st October to 30th September. മനസ്സിലായോ? ഇതാണ്. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദി പീരീഡ് ഓഫ് ഇൻ്റർവെൽ ഫോർ വിച്ച് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഈ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ട പീരീഡ് ഏതൊക്കെ സമയത്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് സ്പെസിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇന്നപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണം, അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്, അല്ലെങ്കിൽ മിഡിലാണ്, അല്ലെങ്കിൽ ക്വാർട്ടർലി ആണ്, അത് സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് ഈ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, തേർഡ് വൺ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ആൻഡ് ഫോർത്ത് വൺ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ഓക്കെ, ഇത് ഓരോന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ.